ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു വരി നിങ്ങൾ രാവിലെ ഞാനീ പറയുന്ന സമയത്ത് ഞാൻ ആ പറയുന്ന രീതിയിൽ 3 തവണ ഉരുവിട്ടാൽ നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങനെയുള്ള ഈ വിദ്യ ചെയ്തിട്ട് അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം ചിലപ്പോൾ ഈ ഒരൊറ്റ അറിവായിരിക്കും നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റുന്നത്. അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. രാവിലെ കിടക്കപ്പായിരുന്നു കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഞാനീ പറയുന്ന ഒരു വരി 3 തവണ നിങ്ങൾ ഉരുവിടണം. സാധാരണ ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കിത് എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം. അങ്ങനെ ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ വരി ഉരുവിട്ടാൽ നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. എത്രയോ പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ഓരോരോ ആഗ്രഹങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്ത് സാധിച്ചു കിട്ടിയവരുണ്ട്. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവിതം മാറ്റുന്ന ഒരു ദൈവികമായ അറിവായിരിക്കും. ഇതെല്ലാവരും ചെയ്യണം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഈ പല കുട്ടികളും കല്യാണം ഉറപ്പിച്ചു വെച്ച് കഴിയുമ്പം ഈ പല മീഡിയാസിലൂടെ ഏതെങ്കിലും ആളുകളെയൊക്കെ പരിചയപ്പെട്ട് അവരുമായിട്ട് ഒളിച്ചോടുക. പിന്നെ അത് കഴിയുമ്പോൾ അവർ ചിലപ്പം ഭയങ്കര മദ്യപാനികളും മറ്റു സ്വഭാവങ്ങളും ഒക്കെ ഉള്ളവരായിട്ട് പിന്നെ വിഷമിക്കുക. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പുറകെ ഈ കുട്ടികൾ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കുമ്പോൾ തോന്നും ഇതൊരു ചെറിയ കാര്യമാണ്. അല്ല, അവര് കണ്ടതും അവർ കേട്ടതും അവരുടെ അറിവിൻ്റെയും ആകത്തുകയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ കണ്ടിട്ടുള്ള കാര്യങ്ങളെ, അവർ കേൾക്കുന്ന കാര്യങ്ങളെ, അവരുടെ അറിയാവുന്ന ആ ലോകമേ, പിന്നെ അവരുടെ അറിവുകളെ, ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പല ആപത്തുകളിലും ചാടുന്ന എത്രയോ കുട്ടികളുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം നല്ല ആത്മീയമായ കാര്യങ്ങൾ അറിയുകയും നല്ല ചിന്തകൾ ഉണ്ടാകുകയും ക്ഷേത്രദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടികളും മോശമായ ഒരു ആപത്തുകളിൽ പോയി ചാടത്തില്ല. അഥവാ ചാടിയാൽ തന്നെ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവർ എസ്കേപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇതുപോലെയുള്ള ജീവിതം മാറ്റുന്ന ദൈവികമായ കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. ഒരു ചെറിയ കാര്യമല്ല ഇത്, കേട്ടോ. നിങ്ങളൊരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത് ആ കുട്ടിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകണം, നിങ്ങളെയും ആ കുട്ടി സംരക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുമല്ലോ. ആ കുട്ടികൾ തന്നെ മോശം രീതിയിൽ പോയി കഴിഞ്ഞുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നല്ല പുസ്തകം വായിക്കുന്ന ആളുകൾ ഒരിക്കലും മോശക്കാരാകത്തില്ല. നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുന്ന, ക്ഷേത്രദർശനം പതിവായിട്ട് നടത്തുന്നവരെ, ആത്മീയ കാര്യങ്ങൾ അറിയുന്നവരെ, സത്സംഗങ്ങൾ ചെയ്യുന്നവർ ഒരിക്കലും മോശമാകത്തില്ല, ആപത്തുകളിൽ പോയി ചാടത്തൂല. ഈ നല്ല അറിവുകൾ അറിയുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കേട്ടോ. ഇനി ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. രാവിലെ കിടക്കപ്പായ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു ലളിതമായ കാര്യമാണ്. ഈ ഒരു അത്ഭുത വരി ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾ നേരിട്ട് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. വാട്സപ്പിൽ കൂടെയാണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. അത് ഇന്ന് ചെയ്താൽ നാളെ ഫലം കിട്ടുമെന്നൊന്നുമല്ല. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, വിശ്വാസത്തോടുകൂടി ചെയ്യേണ്ടി വരും, നമ്മൾ തന്നെ പ്രയത്നിക്കേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. നേരിട്ട് വന്നാലും വാട്സപ്പിലെ വർക്കുകൾ സമയത്തിന് തീരാത്തതുകൊണ്ട് നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. ഇതാണ് സാഹചര്യം. പിന്നെ വെള്ളിയാഴ്ച ഒരു ദിവസം ഞാൻ 4 കോടി 10 തൊട്ട് 1 മണി വരെ കാണും. പുത്തങ്കാവിലമ്മേ തൊഴുതിട്ട് വരുന്നവരെ കാണാൻ വേണ്ടി. അത് മിക്കവാറും വെള്ളിയാഴ്ച കാണും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഇടുക. ഞാൻ അത്യാവശ്യ കാര്യം ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ടിട്ടാൽ എനിക്കറിയാവുന്ന, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞുതരും. അതിന് ഫീസും കാര്യങ്ങളൊന്നുമില്ല. പറയുന്നത് ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ. മനസ്സിലാക്കുന്നവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുമുണ്ട്, കേട്ടോ. ആവശ്യമുള്ള ചെയ്യുക.
പിന്നെ വെള്ളിയാഴ്ചകൾ പുത്തൻകാവിലമ്മയെ കണ്ടിട്ട് ആളുകൾ ചിലപ്പോൾ വരുമ്പം അവരെ കാണാൻ വേണ്ടി ഞാൻ ചെയ്യാനും രാവിലെ തൊട്ട് ഉച്ച വരെ ചിലപ്പോൾ ഓഫീസിൽ കാണും വെള്ളിയാഴ്ചകൾ. വാട്സപ്പ് വഴി ചെയ്യുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഇതാണ് സാഹചര്യം. ഇപ്പം നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വേണ്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഓം നർപ്പവി നർപ്പവി നർപ്പവി. രാവിലെ കിടക്കപ്പായി ഇരുന്ന് പടിഞ്ഞാട്ട് നോക്കി നിങ്ങളുടെ ഇത് കണ്ടോ, കൈകൾ ഇങ്ങനെ പിടിക്കണം, നിവർത്തി പിടിച്ച് ഈ ഉള്ളം കൈയിൽ നോക്കി ഞാനീ പറയുന്ന ഒരു മന്ത്രം വാഗുണ്ട് ഉരുവിടണം. വിരലുകൾ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഉള്ളം കൈ ഇങ്ങനെ പിടിച്ച് ഉള്ളം കൈയിൽ നോക്കി വാഗുണ്ട് ഉച്ചരിക്കണം. മന്ത്രം ഇതാണ്: ഓം ഹ്രീം സർവസിദ്ധി പ്രദേ ദേവി നാരായണി നമോസ്തുതേ. ഇത് ആ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി കൂടിടാം, അതുകൂടെ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. ഈ മന്ത്രം നിങ്ങൾ 3 തവണ ഉരുവിടുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ദേവിയോട് നിങ്ങളുടെ ഈ കൈ തുറന്നു പിടിച്ച് ഉള്ളം കൈയിൽ നോക്കി മനസ്സിൽ പറയുക. എന്നിട്ട് ആ കാര്യം നടന്നതായിട്ട് തന്നെ മനസ്സിൽ സങ്കല്പിച്ച് അത്രയും സമയം അത് നടന്നതായിട്ട് തന്നെ ഉറപ്പിച്ച് നടന്നാൽ എങ്ങനെയായിരിക്കും മനസ്സ്, ആ രീതിയിൽ നടന്നതായിട്ട് തന്നെ അത്രയും നേരം മനസ്സിൽ സങ്കല്പിച്ച് ഉറപ്പിച്ച് നന്ദിയും കൂടെ പറയുക. ഇത് ചെയ്തിട്ട് ഇടതുകാല് വെച്ചിട്ട് നിൽക്കുക കിടക്കപ്പായെന്ന് നിത്യേന ചെയ്യുക. അപ്പൊ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഈ ഒരു മന്ത്രം അല്ലെ ഈ ഒരു സ്തുതി 3 തവണ വാഗുകൊണ്ട് ജപിച്ചിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ, കേട്ടോ. അപ്പോഴാണ് അത് ശരിക്കും ഫലം ഉണ്ടാകുന്നത്. ഇത് നിത്യേന രാവിലെ ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. ഇത് ഏതൊരാൾക്കും ചെയ്യാം. കുട്ടികൾക്കും ചെയ്യാം, പ്രായമുള്ളവർക്കും ചെയ്യാം, ഗൃഹസ്ഥന്മാർക്കും ചെയ്യാം, സ്ത്രീകൾക്കും ചെയ്യാം, പുരുഷന്മാർക്കും ചെയ്യാം, പണ്ഡിതനും ചെയ്യാം, പാമരനും ചെയ്യാം, ധനമുള്ളവനും ചെയ്യാം, ധനമില്ലാത്തവനും ചെയ്യാം, കഴിവുള്ളവനും ചെയ്യാം, കഴിവില്ലാത്തവനും ചെയ്യാം. ഏതൊരാളെ ചെയ്താലും അവരുടെ ജീവിതം മാറും. അവരുടെ ജീവിതത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ വിദ്യ ചെയ്ത് വലിയ തുകയുടെ, ഞാൻ ആ തുക പറയുന്നില്ല, കാര്യങ്ങളൊക്കെ നേടിയെടുത്ത ആളുകളുണ്ട്. ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള എമൗണ്ടിന്റെ പല കാര്യങ്ങളും നേടിയെടുത്ത ആളുകളുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തെ വലിയ തുകയുടെ കാര്യങ്ങൾ നേടിയെടുത്ത ആളുകളുണ്ട്. ഞാനീ പറഞ്ഞ കാര്യം ചെയ്തു ഭഗവാന്റെ പാദം തൊട്ടാ പറയുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് പറയത്തുള്ളൂ, എനിക്ക് അതിനപ്പുറത്തൊരു കാര്യമില്ല. വലിയ തുകയുടെ കാര്യങ്ങളാണ് അങ്ങനെ നേടിയെടുത്തവരുണ്ട്. ഈ ഒരു വിദ്യ ചെയ്തു. ഇത് നിങ്ങൾ നിത്യേന രാവിലെ ചെയ്യുക. ഇനി ഈ വിദ്യ ചെയ്താലുള്ള ഫലം, അത് എന്തിനു വേണ്ടിയാണ് ഈ വിദ്യ ചെയ്യുന്നത്, അതൊന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും, എല്ലാവരും ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈകൾ തുറന്നു വെച്ച് ഇങ്ങനെ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കിടക്കപ്പായിരുന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നാണ്. അതായത് ഈശ്വരീയമായ ഗുണങ്ങളും പ്രപഞ്ചത്തിലെ ഈശ്വരീയമായ ഊർജവും നമ്മളിലേക്ക് പെട്ടെന്ന് എത്തപ്പെടും. അതായത് ഈശ്വരീയമായ ഗുണങ്ങളും പ്രപഞ്ചത്തിലെ ഈശ്വരീയമായ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് പെട്ടെന്ന് എത്തപ്പെടും. നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് അത് എത്തപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ വിരലുകളിലും ഈ ഉള്ളംകൈയിലും ഒക്കെ നാഡീഞരമ്പുകളുണ്ട്. ഈ നാഡീഞരമ്പുകൾക്കൊക്കെ പ്രപഞ്ചത്തിലെ വൈബ്രേഷനെ ഇങ്ങനെ വെക്കുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്നുള്ളതാണ്, ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനിയും നമ്മൾ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഒന്നും മറയ്ക്കാനില്ല നമുക്ക് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഓൾറെഡി, നമ്മുടെ ബോധത്തിൽ ആ ഒരു വികാരം ഉണ്ടാകും. നമുക്കൊന്നും മറയ്ക്കാനില്ല എന്നുള്ളൊരു ബോധം. അപ്പോൾ ഒന്നും മറയ്ക്കാനില്ല എന്നുള്ളൊരു ബോധം ഇങ്ങനെ കൈ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മളിൽ അഹംബോധം, ഞാനെന്നുള്ള അഹങ്കാരം, ഞാനെന്നുള്ള അഭിമാനം, അല്ലെങ്കിൽ എൻ്റെ നിരാശ, എൻ്റെ വിഷമം, എൻ്റെ അഹങ്കാരം, ഇതൊന്നും എല്ലാം മനസ്സിൽ നിന്ന് വാഷ് ഔട്ട് ആവും. കാരണം ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കൊന്നും മറയ്ക്കാനില്ല, നമ്മുടെ അഹംബോധം ഇല്ലാതാകും. അങ്ങനെ മനസ്സ് ശുദ്ധമാകും പെട്ടെന്ന്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. ഈശ്വരയിൽ നിന്നും പരിപൂർണമായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പറ്റും. കാരണം ഞാനീ പറഞ്ഞ വിദ്യ ചെയ്ത് വലിയ കാര്യങ്ങൾ, ഞാനത് പറയുന്നില്ല, വലിയ കാര്യങ്ങൾ, ചിന്തിക്കാൻ അപ്പുറത്തുള്ള കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്.
നിങ്ങൾ ചെയ്ത് നോക്കുക വിശ്വാസത്തോടെ. ഇനി നമ്മൾ കൈ ചുരുട്ടുമ്പോൾ പലപ്പോഴും നമുക്ക് ചില സമയങ്ങളിൽ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രതിരോധത്തിന് ഒക്കെ കൈ ചുരുട്ടാറുണ്ട്. എന്നാൽ കൈ തുറന്നു വെക്കുമ്പോൾ ശാന്തത മനസ്സിൽ ഉണ്ടാകുന്നു. ശാന്തത, അനുഗ്രഹം, അങ്ങനെ ആ മനസ്സിന്റെ ഒരു സംയമനം ഉണ്ടാവും. ആ അവസ്ഥയാണ് കൈ ഇങ്ങനെ വെക്കുമ്പോൾ. പിന്നെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കാൻ ഇങ്ങനെ കൈ വെക്കുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ രഹസ്യം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലില്ല, അത് പ്രപഞ്ചം തരണം എന്നാണ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ബോധം മനസ്സിലാക്കുന്നത്. നമ്മുടെ കയ്യിലില്ല, അത് പ്രപഞ്ചം തരണം, നമ്മൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക. അതുകൊണ്ടാണ് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഫലമുണ്ടാകുന്നത്. ഇനിയും ഇങ്ങനെ നമ്മൾ രാവിലെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് തന്നെ നമുക്ക് പ്രപഞ്ചം തരും. ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും മികച്ചത് തന്നെ പ്രപഞ്ചം നമുക്ക് തരും. മികച്ച ജോലി, മികച്ച ബന്ധങ്ങൾ, മികച്ച കുടുംബം, മികച്ച ചിന്തകൾ, മികച്ച സാമ്പത്തികം, എല്ലാം ഏറ്റവും മികച്ചത് തന്നെ പ്രപഞ്ചം തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുട്ടികളും എല്ലാം ഇത് ചെയ്യണം. തെറ്റായ വഴികളിൽ ഒന്നും പോകത്തില്ലെന്നേ. ഈ ഓരോ കുട്ടികളും മോശമായ പല കാര്യങ്ങളിലും അല്ല റിലേഷനിലും ഒക്കെ അല്ല തെറ്റായ കൂട്ടുകെട്ടുകളിലും ഒക്കെ പോകുന്നതിൻ്റെ കാര്യം അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ചിന്ത അതിൻ്റെ ആകത്തുകയാണ്. അവരുടെ ഉള്ളിലേക്ക് നല്ല ചിന്തകളും നല്ല ദൈവാധീനം ഉണ്ടാകുമ്പോഴേ അവരുടെ പ്രവൃത്തികളും മാറത്തുള്ളൂ. അത് മനസ്സിലായോ? അപ്പൊ ഇതുവരെയുള്ള നല്ല ചില ശീലങ്ങൾ ശീലിക്കുന്ന കുട്ടികളൊന്നും മോശമാകത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ പ്രാണശക്തിയെ സ്വീകരിക്കാൻ ആ നല്ല രീതിയിൽ നമ്മുടെ ആ കൈകളിൽ കൂടി നമ്മൾ പ്രാണശക്തിയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. സ്വീകരിക്കാൻ പറ്റും പ്രാണശക്തിയെ. പ്രാണശക്തി എന്ന് വെച്ചാൽ എന്താ? ഈ പ്രപഞ്ചത്തിലെ ചൈതന്യം, ഊർജം, ആ ഊർജം പ്രപഞ്ചത്തിലെ ആ ഊർജത്തെ സ്വീകരിക്കാൻ പറ്റും ഇങ്ങനെ കൈവച്ചു കഴിയുമ്പോൾ. ഇനി ഞാൻ ആരും പറഞ്ഞു തരാത്തൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പല രഹസ്യങ്ങളും പറയുമ്പോൾ ആരും പറഞ്ഞു തരാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു തരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് കഴിഞ്ഞ്. അതായത് കണ്ണുകൾ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ, മുകളിലേക്ക് കണ്ണുകൾ വെക്കുമ്പോൾ നമുക്കൊരു ആത്മീയമായ പുതിയ ഒരു തലത്തിലുള്ള അനുഭവം ഉണ്ടാകും. കണ്ണുകളുടെ ദൃഷ്ടി മുകളിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ആത്മീയമായ പുതിയ ഒരു അനുഭവങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞാൽ, ചെയ്യരുത്. അതൊക്കെ ഗുരുക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാവുള്ളൂ, അറിവിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പുതിയ അനുഭവങ്ങൾ വരും. നമ്മൾ സാധാരണ ഇങ്ങനെയാണ് നോക്കുന്നത്, പക്ഷേ സിദ്ധന്മാരെ യോഗികളൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ അവർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഈശ്വരീയമായ അനുഭൂതികൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇത് അറിവിന് വേണ്ടിയാണ് പറയുന്നത്, വീണ്ടും പറയുന്നു. അതുപോലെ നമ്മൾ കൈകൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇവിടെയും വ്യത്യസ്തമായ ഒരു ഈശ്വര്യമായ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും. നമ്മൾ ചെയ്യുന്നതെന്ന് ചില കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുമ്പോഴാണ് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. പുതിയ ചില രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. കൈകൾ നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് പുതിയ ഈശ്വര്യമായ ഒരു ഊർജം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പുറകിൽ ആരിരിപ്പുണ്ട്? ഭഗവാൻ ഇരിപ്പുണ്ട്. ഇത് ഈ കാണുമ്പോഴിങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇത് ശരി തന്നെയാണ്. ഇപ്പം ഞാനിരിക്കുന്നതിന് എൻ്റെ പുറകിൽ സാക്ഷാൽ പരമേശ്വരനാണ് ഇരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും ശരി തന്നെയാണ്. കാരണം ഞാനിങ്ങനെ ആത്മീയമായ രഹസ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം ഭഗവാൻ തന്നെയാണ്. കാരണം എനിക്കൊരു ഒരു ദിവസം ഒരു രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു, ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. ഭഗവാനെ ഞാൻ കാണുന്നില്ല, അശരീരിയാണ് കേൾക്കുന്നത്. നീ ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഞാൻ എന്ത് പറയാനാ? ഒരുപാട് ആളുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാനാ? പിന്നെ വീണ്ടും അശരീരി മുടങ്ങി, നീ പറഞ്ഞു കൊടുക്കണം, അത് കേൾക്കാൻ ആളുണ്ടാകുമെന്ന്. അങ്ങനെ എൻ്റെ പുറയിൽ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ആത്മീയ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് എൻ്റെ അറിവല്ല, ഇത് ഭഗവാന്റെ അറിവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോടെല്ലാം
ഞാൻ പലപ്പോഴും അവരെ കാണുമ്പം തൊഴാറുണ്ട്. അവരോട് എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനവും. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഭഗവാൻ തിരഞ്ഞെടുത്ത ആളുകളാണ്. കാരണം ഭഗവാൻ എനിക്ക് നൽകിയ ആ ജ്ഞാനം, ആ സ്വപ്നാവസ്ഥയിൽ, അതായത് നീ രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ആ സ്വപ്ന ദർശനത്തിൽ, ഇത് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. നീ ആത്മീയ കാര്യങ്ങൾ പറയണം, അത് പറയുന്നത് കേൾക്കാൻ ആളുണ്ടാകും. ഭഗവാൻ നിശ്ചയിച്ച ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം, ബഹുമാനം, ആദരവ് ഒക്കെ എനിക്കുണ്ട്. ആ സ്നേഹം പലപ്പോഴും അവരെ കാണുമ്പോൾ ഞാൻ പ്രകടിപ്പിക്കാറുമുണ്ട്. പലപ്പോഴും ഞാൻ വീഡിയോ കാണുമ്പോൾ ഇത് കാണുന്നവരെ വന്ദിക്കാറുമുണ്ട്. കാരണം നിങ്ങൾ ഭഗവാൻ നിശ്ചയിച്ച ആളുകളാണ്. നിങ്ങൾ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. നിങ്ങൾ പുണ്യാത്മാക്കളാണ്. അതുകൊണ്ടാണ്. അല്ലാതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുക, ആ ഒരു വ്യക്തിയല്ല ഞാൻ. ഞാൻ പറയുന്നത് ദൈവികമായ കാര്യങ്ങളാണ്. ഒരാളുടെ ജീവിതം മാറ്റുന്ന, ആത്മാവിനെ തന്നെ ശുദ്ധീകരിക്കുന്ന, ഈശ്വരനെ അറിയുന്ന, ഈശ്വരനെ അനുഭവിക്കുന്ന ആ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അല്ല, എൻ്റെ വീഡിയോ എപ്പോഴും ഒരു അല്പം ഡീറ്റെയിൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇച്ചിരി ലോങ്ങും ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അത് പരമേശ്വരൻ്റെ ഇച്ഛ ഉള്ള കാര്യങ്ങളാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അല്ല ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്ന ആളല്ല നമ്മൾ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതുപോലുള്ള ആത്മീയ രഹസ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഇതാര് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ഭഗവാൻ നിശ്ചയിച്ചവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് ആ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. എനിക്ക് ആ അനുഭൂതി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഭഗവാന്റെ, കേട്ടോ. എല്ലാവരെയും ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ നമുക്കിനി ആത്മീയ രഹസ്യങ്ങളിലൂടെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇനിയും നമ്മളുടെ കൈവിരലുകൾ, അല്ലേ, കൈവിരലുകൾ, ഈ ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ഛാശക്തിയെയും പ്രാണശക്തിയെയും പ്രതിനിധീകരിക്കുന്നതാണ് ചൂണ്ടുവിരൽ. അത് വലത് കൈയുടെ ആണേലും ഇടത് കൈയുടെ ആണേലും, കേട്ടോ. അപ്പോൾ അത് അഗ്നിതത്വമാണ്. ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരൽ വായു തത്വമാണ്. അത് ചിന്തകളെയും അറിവിനെയും പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വ്യാഴമണ്ഡലത്തിൽ ഒരാളുടെ ആ ഒരു ജ്ഞാനം, അറിവൊക്കെ വ്യാഴമണ്ഡലത്തിൽ ചിന്തിക്കാറുണ്ട്. നടുവിരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശതത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആകാശതത്വം, അതായത് നമ്മുടെ കർമ്മഫലം ഒക്കെ ഈ ശനിമണ്ഡലം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. മണ്ഡലം പറഞ്ഞതേ ഉള്ളൂ, വിരലിൻ്റെ കൂടെ മണ്ഡലം കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഈ നടുവിരലിന് താഴെ വരുന്ന മണ്ഡലമാണ് ശനിമണ്ഡലം, ചൂണ്ടുവിരലിന് താഴെ വരുന്ന മണ്ഡലമാണ് വ്യാഴമണ്ഡലം. അതുകൊണ്ട് പറഞ്ഞതാണ്, കേട്ടോ. ഇനി ഈ പെരുവിരലിന് താഴെ വരുന്ന മണ്ഡലമാണ് ശുക്രമണ്ഡലം. ശുക്രമണ്ഡലം കൊണ്ടാണ് ജീവിതം, കുടുംബം, ദാമ്പത്യം, ഊർജ്ജസ്വലത ഒക്കെ ചിന്തിക്കുന്നത്, കേട്ടോ. അപ്പൊ ഇത് പ്രാണശക്തിയെയും ഇച്ഛാശക്തിയെയും ചൂണ്ടുവിരൽ പ്രതിനിധീകരിക്കുന്നു. ചൂണ്ടുവിരൽ അഗ്നിതത്വമാണ്. ചൂണ്ടുവിരലല്ല, പെരുവിരൽ. ഒന്നുകൂടെ പറയാം, പെരുവിരൽ പ്രാണശക്തിയെയും ഇച്ഛാശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. പെരുവിരൽ അഗ്നിതത്വമാണ്. ചൂണ്ടുവിരൽ വായു തത്വമാണ്. അറിവിനെയും ചിന്താഗതിയെയും പ്രതിനിധീകരിക്കുന്നു. നടുവിരൽ ആകാശതത്വമാണ്. ഇത് കർമ്മത്തെയും കർമ്മഫലത്തെയും പ്രതിനിധീകരിക്കുന്നു. അതായത് മോതിരവിരൽ പൃഥ്വിതത്വമാണ്. ഇത് സർഗാത്മകമായ കഴിവുകളെ പ്രതിനിധീകരിക്കുന്നു. ഇതിന്റെ താഴെ വരുന്നതാണ് സൂര്യമണ്ഡലം. സൂര്യമണ്ഡലം നോക്കിയാണ് ഒരാളുടെ കഴിവുകൾ, തൊഴിൽപരമായ കഴിവുകളെ, അല്ലെ കഴിവിൻ്റെ പോരായ്മകളൊക്കെ ചിന്തിക്കുന്നത്. ഇനിയും ചെറുവിരൽ ജലതത്വമാണ്. ഇത് ക്രിയേറ്റിവിറ്റിയെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ചെറുവിരലിന് ഈ മോതിരവിരലിലെ ഈ മൂന്നാമത്തെ ഈ കാട്ടിലും മുകളിലോട്ട് നീളമുള്ളവർ ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്. മികച്ച അധ്യാപകന്മാര്, മികച്ച വക്കീലന്മാര്, മികച്ച സയന്റിസ്റ്റുകള്, മികച്ച ഭരണാധികാരികള്, മികച്ച ന്യായാധിപന്മാര് ഒക്കെ അങ്ങനെയുള്ള ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, കേട്ടോ. ഞാൻ കൈ നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ചെറുവിരലിന് ഈ മോതിരവിരലിലെ തേണ്ടി ഈ മോതിരവിരലിന് 2 വെട്ടുണ്ടല്ലോ, ഈ രണ്ടാമത്തെ വെട്ടിന് മുകളിൽ നീളമുള്ള ആളുകൾ ഈ ചെറുവിരലിന് ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരിക്കും. അതുപോലെ ചില ഭയങ്കര കഴിവുള്ള വ്യക്തികളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഈ 5 വിരലുകളും 5 തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മനസ്സിലായല്ലോ? ഈ 5 വിരലുകളും ചേർത്താണ് നമ്മൾ കൈ തുറന്ന് പിടിക്കുന്നത്.
അപ്പൊ ഈ 5 തത്വങ്ങളിലൂടെ ഈശ്വരീയ ചൈതന്യം പ്രാണശക്തി ആക്റ്റീവ് ആകും. ഈ 5 തത്വങ്ങളുടെ ഗുണങ്ങൾ നിങ്ങളിൽ ആക്റ്റീവ് ആകും എന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലെ സ്ഥിത ഗൗരി, പ്രഭാതേ കരദർശനം. അതായത് കരത്തിന്റെ അഗ്രത്തിൽ മഹാലക്ഷ്മിയും മധ്യത്തിൽ സരസ്വതിയും പിന്നെ മൂലത്തിൽ ഗൗരിയും വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രഭാതത്തിൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കരങ്ങളെ ദർശിക്കണമെന്ന്. ഇത് പലപ്പോഴും നമുക്കറിയാം, പലർക്കും അറിയാം, പക്ഷേ പലരും ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മൾ പലരും ചെയ്യുന്നില്ല, കാരണം ശരിക്കറിയത്തില്ല. അത് ചെയ്താലുള്ള ബെനിഫിറ്റ് അറിയത്തില്ല, അതുകൊണ്ടാണ്. അതറിഞ്ഞാൽ നമ്മൾ ചെയ്യും. നമ്മളുടെ അറിവാണ് നമ്മളുടെ ലോകം മാറ്റുന്നത്. നമ്മളൊരു കാര്യം ശരിയായിട്ട് അറിയുമ്പോഴാണ് നമ്മുടെ ലോകം മാറുന്നത്. അപ്പം കരാഗ്രേ, കരത്തിന്റെ അഗ്രത്തിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ വിരലുകളുടെ അഗ്രങ്ങളിൽ ശ്രദ്ധിച്ചു കേൾക്കണം. വിരലുകളുടെ അഗ്രങ്ങൾക്ക് എന്നാ പ്രത്യേകത ഉള്ളത്? എന്താ വിരലുകളുടെ അഗ്രങ്ങൾക്ക് പ്രത്യേകത ഉള്ളത്? വിരലുകളുടെ അഗ്രങ്ങളിൽ ചാലുകളുണ്ട്. ചാലുകൾ ഈ ചാലുകളെ കൊണ്ടാണ് വിരലടയാളം, അല്ലെ? വിരലടയാളം, ഈ ചാലുകൾ കൊണ്ടാണ് വിരലടയാളം. അത് ഇങ്ങനെ പതിപ്പിച്ചു കഴിയുമ്പോൾ വിരലടയാളം നമുക്ക് കാണാം. അത് ഈ വിരലുകളുടെ അഗ്രങ്ങളിൽ ചാലുകൾ ഉള്ളത് കൊണ്ടാണ്. ഈ ചാലുകൾ പ്രത്യേക സംവേദന ശക്തി ഉള്ളതാണ്, നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന് ആ ചൈതന്യത്തെ ആഗിരണം ചെയ്യാൻ, വലിച്ചെടുക്കാൻ. അപ്പം ഈ കൈവിരലുകളിൽ കൂടി പ്രപഞ്ചശക്തി പ്രവഹിക്കുമ്പോൾ നിങ്ങൾക്ക് ധനപരമായ പുതിയ ചിന്തകൾ, ധനപരമായ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവുകൾ, ധനം വർദ്ധിക്കാൻ പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഒക്കെ വന്നു ചേരും. അതുകൊണ്ടാണ് കരാഗ്രേ, കരത്തിന്റെ അഗ്രത്തിൽ മഹാലക്ഷ്മിയെ ദർശിക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ ചെയ്യും. ഈ കരത്തിന്റെ ഈ അഗ്രങ്ങൾക്ക്, വിരലടയാളത്തിന് ആ പ്രത്യേക ശക്തിയാണ് പ്രപഞ്ചത്തിലെ ആ ചൈതന്യത്തെ, ഊർജത്തെ വലിച്ചെടുക്കാൻ. അത് നമ്മളിൽ നല്ല രീതിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് തോട്ട്സ്, നമുക്ക് നല്ല ചിന്തകൾ, നല്ല ഇച്ഛാശക്തി, അതുപോലെ നമുക്ക് എന്ത് തൊഴിൽ ചെയ്താൽ വിജയിക്കാം, അതെങ്ങനെ ചെയ്താൽ വിജയിക്കാം, ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുമ്പോഴാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായ ഒരു തൊഴിൽ ചെയ്യാം, പുതിയ അവസരങ്ങൾ എങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ പണമാക്കാം, ഇങ്ങനെയുള്ള സൂക്ഷ്മ ബുദ്ധി ലഭിക്കുമെന്നുള്ളതാണ്. ഇനി കരമധ്യത്തിൽ ആരാ? സരസ്വതി. കരമധ്യത്തിലുള്ളത് എന്താ? ബുദ്ധിരേഖയാണ് കരമധ്യത്തിലുള്ളത്. ബുദ്ധിരേഖ. ഈ ബുദ്ധിരേഖ ശരിയായിട്ടുള്ളവനെ, ബുദ്ധിയുള്ളവനെ ഏത് കാര്യം വിവേകപൂർവമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഒരു ബിസിനസ് ചെയ്താൽ പോലും അവന് വിവേകമില്ലേ പോയില്ലേ? എവിടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം, ഏത് ബിസിനസ് കാശ് മുടക്കണം, ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, അവന് വിവേകം, ബുദ്ധി ഇല്ലെങ്കിൽ തീർന്നില്ലേ? അപ്പം കരമധ്യത്തിൽ സരസ്വതി, കരമധ്യത്തിലാണ് ബുദ്ധിരേഖ. ബുദ്ധി, അവന്റെ ബുദ്ധിപരമായ ചിന്തകൾ, ഏതൊരു കാര്യത്തിനോടുള്ള ബുദ്ധിപരമായ സമീപനം, ഇതെല്ലാം കരമധ്യത്തിലെ ആ സരസ്വതിയാണ്. എന്ന് വെച്ചാൽ കരമധ്യത്തിലെ ആ ബുദ്ധിരേഖയാണ്. ആ കരമധ്യത്തിൽ ആ ഒരു ഇന്റലക്ച്വൽ പവർ ഉണ്ട്. നമ്മുടെ കൈയുടെ മധ്യത്തിൽ ആ ബുദ്ധിരേഖ കടന്നു പോകുന്നു. അവന്റെ അപ്പൊ ആ ഒരു ബുദ്ധിരേഖയെ നോക്കുമ്പോൾ തന്നെ ആ രേഖയിൽ കൂടുതൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കുന്നോ ആ ശ്രദ്ധിക്കുന്നിടത്ത് ഒരു ഊർജം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധ എവിടെ ചൊല്ലുന്നോ, ഒന്നും വേണ്ട, നിങ്ങൾ ചുമ്മാ കൈ ഇങ്ങനെ ഇരുന്നിട്ട് ശ്രദ്ധിച്ചു നോക്കുക. കയ്യിൽ ആ ഊർജത്തിന്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ എവിടെ ശ്രദ്ധ ചെയ്യുന്നു അവിടെ ഒരു ഊർജം, ഒരു എനർജി ചെല്ലുന്നുണ്ട്. അപ്പൊ ഈ ബുദ്ധിരേഖയിൽ ആ എനർജി ചെല്ലുമ്പോൾ അവന്റെ ബുദ്ധി കൂടുതൽ പോസിറ്റീവായിട്ട് ആക്റ്റീവ് ആവും. ദാറ്റ്സ് ഓൾ. ഇത് ആരും ലോകത്ത് പറഞ്ഞു തരത്തില്ല. അപ്പം കരത്തിന്റെ മധ്യത്തിൽ സരസ്വതി എന്നുവെച്ചാൽ കരമധ്യത്തിലെ ബുദ്ധിരേഖയിൽ, കരമധ്യത്തിൽ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബുദ്ധിരേഖയിലാണ് ദൃഷ്ടി പതിയുന്നത്. ആ ബുദ്ധിരേഖയിൽ നിങ്ങളുടെ ശ്രദ്ധ ചെല്ലുമ്പോൾ അവിടെ ഒരു ഊർജം പ്രവഹിക്കും. അത് ബുദ്ധിയെ കൂടുതൽ ആക്റ്റീവ് ആക്കും. നിങ്ങൾക്ക് കൂടുതൽ വിവേകം, ബുദ്ധി പ്രവർത്തിക്കും. അപ്പം കരമധ്യത്തിൽ സരസ്വതി. ഇനി കരമൂലെ ഗൗരി. അതായത് കരത്തിന്റെ മൂലത്തിൽ ഗൗരി എന്ന് വെച്ചാൽ ഭക്തിയുടെയും ശക്തിയുടെയും പ്രതീകമാണ്.
ഭക്തിയുടെയും ശക്തിയുടെയും പ്രതീകമാണ് ഗൗരി. അപ്പൊ ഈ കരമൂലം എന്ന് പറയുമ്പോൾ ഈ ഇവിടുന്നാണ് ഭാഗ്യരേഖ ഉത്ഭവിക്കുന്നത്. ഇവിടുന്നാണ് ഭാഗ്യരേഖ ഉത്ഭവിക്കുന്നത്. ഇവിടെ ഈ കൈയുടെ ഏറ്റവും ഈ മൂലത്തിൽ നിന്നാണ് ഭാഗ്യരേഖ, ആ ഭാഗ്യരേഖ ഉത്ഭവിക്കുന്ന സ്ഥാനം. അവിടെ നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ ശക്തിയുമാണ് നിങ്ങളുടെ ഭാഗ്യം. നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ ഭക്തിയുമാണ് നിങ്ങളുടെ ഭാഗ്യം, അല്ല വേറൊന്നുമല്ല. നിങ്ങളുടെ ശക്തി, ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ്, മറ്റുള്ള ആളുകളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, എൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ശക്തി, പിന്നെ ഭക്തി, ഈശ്വരാധീനം, ഇത് രണ്ടുമാണ് ഭാഗ്യം. ഇത് രണ്ടും ചേരുമ്പോഴേ ഭാഗ്യം വരത്തുള്ളൂ. നിങ്ങളുടെ ശക്തിയും ഭക്തിയും ചേരുമ്പോഴാണ് ഭാഗ്യം ഉണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് ഈ പ്രഭാതേ കരദർശനം, കരങ്ങളുടെ ഉള്ളിൽ നോക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില കലണ്ടറിലൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്, ചിലർ പ്രഭാഷണത്തിലൊക്കെ പറയും. പക്ഷെ ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു പ്രഭാഷണം കേൾക്കുന്നു, ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇരുന്നൊക്കെല്ലാം കേൾക്കും. പ്രഭാഷണം ചെയ്യുന്ന ഒരു കരാഗ്രേ വസതേ ലക്ഷ്മി എന്നൊക്കെ പറയുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ കേൾക്കും, ഇങ്ങനെ കേട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചിന്തിക്കും, പിന്നെ അതേക്കുറിച്ച് ചെയ്യത്തുമില്ല, പറയത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? സംഭവം ക്ലിക്ക് ആകാത്തതുകൊണ്ടാണ്, ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡീപ്പിലോട്ട് പോകാത്തതുകൊണ്ടാണ്. അല്ല, ചില കലണ്ടർ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ഇങ്ങനെ വായിക്കുന്ന കലണ്ടറെ നോക്കി, ആ കരാഗ്രേ വസുദേ ലക്ഷ്മി. പക്ഷെ ഇത് സംഭവം ശരിക്കും പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പറഞ്ഞു മനസ്സിലായി? ഇത് നിങ്ങൾ ഏതൊരു വ്യക്തിയും ചെയ്തോ, ആ വ്യക്തിക്ക് ഇന്റലക്ച്വലായിട്ട്, ബുദ്ധിപരമായിട്ട്, ഈശ്വരീയമായിട്ട്, പ്രാണശക്തിയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അവരൊന്നും പറ്റിക്കപ്പെടത്തില്ല, ഒരബദ്ധങ്ങളിൽ പോയി ചാടത്തില്ല. അവർക്ക് ഏത് തൊഴിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒരു തൊഴിൽ വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ബുദ്ധി സ്വയം ഉണ്ടാകും. മറ്റുള്ളവരോട് ചോദിക്കാതെ തന്നെ മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് രാവിലെ ഈ 2 കരങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലുള്ള ഫലം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ കൈകൾ ഇങ്ങനെ വെച്ച് ആദ്യം സർവമംഗളമംഗല്യം 3 തവണ വാഗുകൊണ്ട് ജപിക്കണം. ഇതിന്റെ കരങ്ങളുടെ മധ്യത്തിൽ നോക്കി അമ്മയോട് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഞാനിപ്പം പറഞ്ഞ മന്ത്രം ഓം ഹ്രീം സർവസിദ്ധി പ്രദേ ദേവി നാരായണീ നമസ്തുതേ, ഇത് വാഗുകൊണ്ട് 3 തവണ ജപിച്ച് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ അമ്മയോട് ഈ കൈകളുടെ ഉള്ളം കൈ നോക്കി പ്രാർത്ഥിച്ചിട്ട് ആ ആഗ്രഹം നടന്നതായിട്ട് തന്നെ ഉറപ്പിച്ച് ആ നിമിഷം ആ ആഗ്രഹം നടന്നതായിട്ട് തന്നെ ചിന്തിച്ചു. എന്നിട്ട് നന്ദി പറയണം അമ്മയോട്. എന്നിട്ട് ഇടതുകാല ബുദ്ധി ഇടുന്നേരം. ഇത്രയും ചെയ്താൽ മതി. ബാക്കിയൊക്കെ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയൊക്കെ അറിവിന് വേണ്ടി പറഞ്ഞു. പിന്നെ ഈ കരാഗ്രേ വസതേ ലക്ഷ്മി അതൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ എല്ലാം കൂടെ ചെയ്യണമെന്നില്ല, ചെയ്താലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളത് മനസ്സിൽ നിന്ന് പോകത്തില്ല. ഞാൻ പറഞ്ഞിട്ട് ഇതെല്ലാ കുട്ടികളും എല്ലാവരും അറിയേണ്ട കാര്യം ഇത്. ഇതൊക്കെയാണ് ഒരു സനാതന വിശ്വാസി, ഒരു ഹൈന്ദവ വിശ്വാസി അറിയേണ്ട കാര്യം. മനസ്സിലായില്ല? എൻ്റെ പുറകിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് ഇതെല്ലാം ഞാൻ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല. ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന നോളജാ. നിങ്ങളെ ഭഗവാൻ എല്ലാം അതുപോലെ ഇഷ്ടമാണ്. അത് കാണാൻ ആളുകൾ ഉണ്ടാകും എന്ന് എന്നോട് ആ സ്വപ്നദർശനത്തിൽ ഭഗവാൻ പറഞ്ഞത്. അത് ആ ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് ഇത്രയും സ്നേഹവും ബഹുമാനവും ഒക്കെ. അപ്പം ഇനിയും ഈ പലപ്പോഴും ആളുകൾ പോയി ക്ഷേത്രത്തിലൊക്കെ പോകും, പ്രാർത്ഥിക്കും. ഭയങ്കര ചിലരിങ്ങനെ നിൽക്കുമ്പോൾ ഈ ചുണ്ടുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ ചുണ്ടുകൾ അനങ്ങുന്ന കാണിക്കും. ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നതായിരിക്കും. പക്ഷെ ഇവർക്ക് വലിയ മാറ്റങ്ങളൊന്നും ചിലർക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? പറഞ്ഞുതരാം. അതായത് വളരെ നിരാശനായിട്ടിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഭയങ്കര ക്ഷീണിച്ച് മുഖമൊക്കെ വല്ലാതായിട്ടായിരിക്കും. ഇത് നിരാശനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കുമോ? സന്തോഷമായിട്ടിരിക്കുമോ? ഇല്ലല്ലോ, അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. നിരാശനായിട്ടിരിക്കുന്ന വ്യക്തി ഭയങ്കര തലയൊക്കെ താഴ്ത്തി, അവിടെ ഊർജത്തിൻ്റെ ലെവൽ കുറവായിരിക്കും, ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കും നിരാശരായിട്ടുള്ള വ്യക്തി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലോജിക് കൊണ്ടാൽ മനസ്സിലാക്കാം. സാമാന്യ ബുദ്ധി മതി, വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഈ നിരാശ, കോപം, വെറുപ്പ്, ആശങ്ക, സംശയം, പിന്നെ ചിലർ ഈ പഴയ കാലത്ത് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ട് നടക്കും. അതൊക്കെ
അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ അതെല്ലാം നമ്മുടെ ചിന്തയാകുന്ന എനർജിയിൽ ലോ വൈബ്രേഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ലോ വൈബ്രേഷൻ, ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ്. ഈ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് ആണ് വീണ്ടും നിരാശ, അപകടങ്ങളെ, ചിന്തകളെ, വീണ്ടും നിരാശയുള്ള ചിന്തകളെ, വിഷമത്തെയൊക്കെ വീണ്ടും വീണ്ടും ആകർഷിക്കും. ഈ വിഷമിച്ചിരിക്കുന്നവന് വീണ്ടും വീണ്ടും വിഷമങ്ങളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരുത്തൻ, നിങ്ങൾ ശ്രദ്ധിച്ചോണം, വിഷമിച്ച് നിരാശപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു നടക്കുന്നവനായിരിക്കും പിന്നെ അടുത്ത് പോയി ആരെങ്കിലും പറ്റിക്കപ്പെടുന്നത്. വീണ്ടും എവിടെയെങ്കിലും ആരെങ്കിലും പറ്റിക്കുന്നിടത്ത് പോയി ചാടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഈ ഐശ്വര്യമുള്ളവനും ഉയർച്ചയുള്ളവനും വീണ്ടും വീണ്ടും ഉയർച്ചയായിരിക്കും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയും? ഐശ്വര്യമുള്ളവൻ, ഉയർച്ചയുള്ളവന് ഹൈ ഫ്രീക്വൻസിയാണ്, ഉയർന്ന വൈബ്രേഷനാണ്, ഉയർന്ന ഊർജ്ജം അവൻ്റെ ഉള്ളത്. അതുകൊണ്ട് അവൻ സമ്പത്തെ, ഐശ്വര്യ, ഉയർച്ച ഇതിനെയൊക്കെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ലോ ഫ്രീക്വൻസി ഉള്ളവൻ, നിരാശയുള്ളവൻ ലോ ഊർജ്ജമായിരിക്കും, ലോ ഫ്രീക്വൻസി ആയിരിക്കും അവൻ്റെ മനസ്സിൻ്റെ ചിന്തകൾക്ക്. അവൻ നിരാശയെ തന്നെ അട്രാക്റ്റ് ചെയ്യും. ഈ നിരാശനായിരിക്കുന്ന വ്യക്തികളോട് കൂട്ടുകൂടുന്നവരെല്ലാം അതുപോലെ വലിയ ഒരു നിരാശയെ കഴിയുന്നവരുമായിട്ട് കൂട്ടുകളും പിന്നെ തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ പോയി ചാടും. അപ്പം നമ്മളുടെ മനസ്സിലെ ചിന്തകളെ ആദ്യം മാറ്റേണ്ടത്, മനസ്സിലായി? നമുക്കൊരു സമ്പത്ത്, ഐശ്വര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ചിന്തകളെ മാറ്റണം. ചിന്തകളെ മാറ്റണം എന്ന് വെച്ചാൽ മനസ്സിലെ നിരാശ മാറ്റണം, അസൂയ മാറ്റണം, വെറുപ്പ് മാറ്റണം, കോപം, ദേഷ്യം മാറ്റണം, പൊങ്ങച്ചം മാറ്റണം, അഹങ്കാരം മാറ്റണം. ഇതൊക്കെ ലോ ഫ്രീക്വൻസിയാണ്. മനസ്സിൽ എന്ത് നിറയ്ക്കണം? സന്തോഷം, ഐശ്വര്യം, ഈശ്വര എന്നുള്ള ചിന്ത. അങ്ങനെ സന്തോഷം മനസ്സിൽ വന്നു കഴിയുമ്പോൾ അത് ഉയർന്ന ഫ്രീക്വൻസി ആകും. അത് സമ്പത്തിനെയും ഐശ്വര്യത്തെയും ഈശ്വരാധീനത്തെയും, ഈ ഈശ്വരൻ എന്ന് പറയുന്നത് ഉയർന്ന ഫ്രീക്വൻസി തന്നെയാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് എല്ലാത്തിലും വിജയവും സമ്പത്തും ഐശ്വര്യവും വരുന്നത് ആ ഈശ്വര ബോധം ഉയർന്ന ഫ്രീക്വൻസി ആയതുകൊണ്ടാണ്. ആ ഉയർന്ന ഫ്രീക്വൻസി, ആ ഉയർന്ന ഊർജ്ജതലം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലും ആ ഉയർന്ന ഊർജ്ജതലം ഉണ്ടാകണം, സന്തോഷമായിട്ടിരിക്കണം. അങ്ങനെ സന്തോഷമായി ഇരിക്കുന്നവർ ഈശ്വരനെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം ഉണ്ടാവും. ഈ മനസ്സിൽ നിരാശ ഉള്ളത് കൊണ്ടാണ് ചെയ്യുന്ന പ്രാർത്ഥന ഫലം കിട്ടാത്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. മനസ്സിലായി? അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രാർത്ഥന ചെയ്താൽ ഫലം കിട്ടാത്തത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ചിന്തകളെ, നിരാശയൊക്കെ മാറ്റിയിട്ട് സന്തോഷം നിറയ്ക്കണം. ഈ നിരാശ ഉള്ളതുകൊണ്ട് ഒരു ഫലവുമില്ല, വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. വിഷമിച്ചിരിക്കുന്നവർ ഇരുന്നതുകൊണ്ട് ആരും ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. അതായത് പണ്ടൊരു മനുഷ്യൻ പലപ്പോഴും ഈ ചായക്കടയിലൊക്കെ ചായ കുടിക്കാൻ കയറുമ്പോഴും ഒക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, എങ്ങനെങ്കിലും ജീവിതം അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. ഇയാൾ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഇയാളിങ്ങനെ ഇത് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ എപ്പോഴോ ഒരു സമയത്ത്, ഞാൻ കാണാനൊന്നും പോയില്ല, ആരോ പറഞ്ഞു കേട്ടു, ഇദ്ദേഹം പോയ ഓട്ടോ ഏതാണ്ട് വണ്ടിയായിട്ട് ഇടിച്ച് ഇദ്ദേഹത്തിന് തല അരഞ്ഞു പോയത്. അങ്ങനെ ആയിരുന്നു മരണം. ഇയാളുടെ മനസ്സിൽ മുഴുവൻ എങ്ങനെങ്കിലും തീർന്നാൽ മതി. ഞാൻ ലോ ഫ്രീക്വൻസി, അതുകൊണ്ട് ആപത്തുകളെ, അപകടങ്ങളെ, ജീവിതത്തിലെ നൈരാശ്യങ്ങളെ, അതൊന്നും നല്ല കാര്യങ്ങളെ അട്രാക്ട് ചെയ്യത്തില്ല, മോശം കാര്യങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിലെ ചിന്താഗതി ആദ്യം അങ്ങ് മാറ്റണം. അതിന് പൈസ ഒന്നും വേണ്ടല്ലോ. അതിന് പൈസ വല്ലതും വേണോ? മനസ്സിലെ ചിന്താഗതി മാറ്റുന്നതിന്? ഒരു രൂപയുടെ പോലും ആവശ്യമില്ല. മനസ്സിലെ ചിന്താഗതി അങ്ങ് മാറ്റുക. മനസ്സിൽ സന്തോഷം നിറയ്ക്കുക, ഈശ്വര എന്നുള്ള ചിന്ത നിറയ്ക്കുക. അപ്പം നല്ല നല്ല കാര്യങ്ങളെ അട്രാക്ട് ചെയ്യും. സമ്പത്ത്, ഐശ്വര്യ, ഉയർച്ച, നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ മക്കളും രക്ഷപ്പെടും. ഈ ചില ആളുകളുണ്ട്, അവരെപ്പോഴും വിഷമിച്ചായിരിക്കുന്നത്, ഒരു കാര്യമില്ല. അങ്ങനെ ഉള്ളിടത്ത് അവരും രക്ഷപ്പെടത്തില്ല, ആ മക്കളും രക്ഷപ്പെടത്തില്ല. കാരണം എന്നാന്നറിയും, പിള്ളേർ ഇങ്ങനെ ഒരു നല്ല ഉയർച്ച വരുമ്പോഴായിരിക്കും, അയ്യോ പിള്ളേർ ഇപ്പം ജോലി പോയാൽ എന്നാ നടക്കും. ഇവിടെ നിന്ന് അങ്ങ് ചിന്തയാണ്. ഇവരുടെ ചിന്ത, ഈ നെഗറ്റീവ് ചിന്ത കൂടി വരും തോറും ആ ഒരു വൈബ്രേഷൻ അങ്ങ് അവരെ സ്വാധീനിക്കും. മനസ്സിലായോ? ഒരു കാര്യമില്ല, ചുമ്മാ ചിന്തിക്കുന്ന, ഇപ്പം ജോലി പോയാൽ എന്നാ നടക്കും, അല്ലെങ്കിൽ ഇപ്പം പെര ഇടിഞ്ഞ് വീഴാൻ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങ് നെഗറ്റീവുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ ചിന്ത അങ്ങ് മാറ്റണം. മനസ്സിൽ നല്ല ചിന്തകൾ നിറയ്ക്കണം, സന്തോഷം നിറയ്ക്കണം. അപ്പോഴേ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും, യാതൊരു സംശയവും വേണ്ട. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.